ആധുനിക കാലഘട്ടത്തിലെ പോരാട്ടങ്ങളിൽ ഉയർന്നു കേൾക്കുന്ന ഒരു മുദ്രാവാക്യമാണ് കൊല്ലാം പക്ഷേ തോൽപ്പിക്കാനാവില്ല. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതേ അർത്ഥം വരുന്ന മുദ്രാവാക്യം ദൃഢതയോടുകൂടി ധൈര്യത്തോടുകൂടി വിളിച്ച ധീര രക്തസാക്ഷിയായിരുന്നു INA ഹീറോ വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദർ. വക്കം ഖാദറിനെയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെയും അന്ന് നാട്ടിലുണ്ടായിരുന്ന പ്രമാണിമാരാണ് ഒറ്റുകൊടുത്തത്. അവരാണ് അദ്ദേഹത്തെ ജയിലിലടയ്ക്കുവാൻ നേതൃത്വം നൽകിയത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയാണ് ഞങ്ങൾ വന്നത് എന്ന വാക്കുപോലും കേൾക്കാതെ അന്നത്തെ ബ്രിട്ടീഷ് ഭരണത്തോടൊപ്പം ചേർന്നു നിന്നിരുന്ന പ്രമാണിമാർ ഖാദറിനെ നിഷ്കരണം ബ്രിട്ടീഷുകാർക്ക് കൈമാറിയ വേളയിലും ജയിലിനുള്ളിലും തുടർച്ചയായി അദ്ദേഹത്തിനും സുഹൃത്തുക്കൾക്കും നിരവധി മർദ്ദനങ്ങൾ ഏൽക്കുകയുണ്ടായി. അരോഗ ദൃഢഗാത്രനായ വക്കം അബ്ദുൽ ഖാദർ ആ ഭീഷണികൾക്കും മർദ്ദനങ്ങൾക്കും കീഴടങ്ങിയിരുന്നില്ല. ഓരോ പ്രാവശ്യവും കൊടിയ മർദ്ദനങ്ങൾ ഏൽക്കുമ്പോൾ വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദർ യാതൊരു സങ്കോചവും കൂടാതെ ഉറച്ച ശബ്ദത്തിൽ വിളിച്ചു പറയുമായിരുന്നു, നിങ്ങൾ എന്നെ കൊന്നാലും ഞാൻ കീഴടങ്ങില്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടാനാണ് ഞങ്ങൾ വന്നത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ധീരനായ ആ രക്തസാക്ഷി ഉയർത്തിയ മുദ്രാവാക്യം ഓരോ ഇന്ത്യക്കാരനും മനസ്സിലാക്കുകയും അതിൻ്റെ അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യണം. ഓരോ ഇന്ത്യക്കാരനും വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദർ വിളിച്ച മുദ്രാവാക്യത്തിൽ അഭിമാനം കൊള്ളേണ്ടതാണ്. അവരുടെ രക്തത്തിൻ്റെ ചാലുകളിൽ നിന്ന് ഉയർന്നു വന്ന ആ സ്വാതന്ത്ര്യം നാം ഇന്ന് ആഘോഷിക്കുമ്പോൾ മഹാനായ വക്കം അബ്ദുൽ ഖാദറും സുഹൃത്തുക്കളും നമുക്ക് വേണ്ടി ഒരു മെഴുകുതിരി പോലെ ഉരുകിത്തീർന്ന വീരചരിതവും മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അനന്തര തലമുറകൾക്ക് ആ ചരിത്രം പകർന്നു കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഈ വക്കം ഖാദറിനെ തൂക്കിക്കൊട്ടുന്ന സമയത്തിന് മുമ്പ്, അതായത് ജയിലിലടയ്ക്കുന്ന സമയത്തെ ഭീകരമായ മർദ്ദനങ്ങൾക്ക് ഇരയായി എന്നൊക്കെ വായിച്ചു. ധാരാളം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഈ ഖാദറിനെ സംബന്ധിച്ചിടത്തോളം മർദ്ദനം എന്ന് പറഞ്ഞെങ്കിൽ താടാന്ന് പറഞ്ഞ് വായിക്കുന്ന സ്വഭാവമാണ്. അയാളെ ശരീരമൊക്കെ എങ്ങനെ? നല്ല ആരോഗ്യദൃഢഗാത്രൻ, നല്ല മസിലും കാര്യങ്ങളൊക്കെ തന്നെ. ഇദ്ദേഹവും സുഭാഷ് ചന്ദ്രബോസും നേർക്കുനേരെ കണ്ടിട്ടേയില്ല. നമ്മളെ പലരും അങ്ങനെ എഴുതുന്നുണ്ട്. അവിടെ ആ ചരിത്ര ഭാഗം ഒന്നുകൂടെ ഞാൻ വിശദീകരിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് രണ്ടാം ലോക യുദ്ധം അവിടെ ജപ്പാന്റെ അധീനതയിൽ വന്നു. അധീനതയായില്ല, അങ്ങനെ ആ ഒരു ഘട്ടത്തിലാണ് റാഷ് ബിഹാരി ബോസൊക്കെ ഇടപെട്ട ഈ ഇന്ത്യൻ ഇൻഡിപെൻഡൻസിൽ സജീവമാക്കുന്നത്. ആ സമയത്ത് ഇന്ത്യൻ പട്ടാളത്തിൽ, അതായത് ബ്രിട്ടീഷ് പട്ടാളത്തിൽ നിന്നിട്ട് ജപ്പാനെ എതിർത്തിരുന്ന ഒരു ക്യാപ്റ്റനായിരുന്നു ക്യാപ്റ്റൻ മോഹൻ സിംഗ്. അദ്ദേഹം ഈ യുദ്ധത്തിൻ്റെ തീവ്രതയ്ക്കം കഴിഞ്ഞ് ബ്രിട്ടീഷ് പട്ടാളം സിംഗപ്പൂരിലേക്ക് പലായനം ചെയ്തു. അപ്പോൾ ഇവിടെയുള്ള ബാക്കി പട്ടാളം വിവരെ തുറത്താൻ വേണ്ടി സിംഗപ്പൂരിലേക്ക് പോകുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ വനത്തിലായിപ്പോയി. അവിടെ വനത്തിൽ ഇയാൾ ചുറ്റിയടിച്ച് എല്ലാം കൂടെ 350 പട്ടാളക്കാരെ ഇതുപോലെ കിട്ടി. അനാഥമായി കിടന്നു. ഇവരെല്ലാം കൂടെ ചേർത്ത് ഇയാളൊരു സമിതി ഉണ്ടാക്കി. ആ ക്യാപ്റ്റൻ മോഹൻ സിംഗ് ഉണ്ടാക്കിയ സമിതിക്ക് അങ്ങേര് കൊടുത്ത പേരാണ് ഇന്ത്യൻ നാഷണൽ ആർമി. അത് ശരി, INA അതുണ്ടാക്കിയിട്ട് ആ സമയത്ത് തന്നെ അന്നേരം സുഭാഷ് ചന്ദ്രബോസാണ് സ്ഥാപിച്ചെന്നാണല്ലോ ചരിത്രത്തിൽ അങ്ങനെ പറയുന്നു. വസ്തുതയാണ്. റാഷ് ബിഹാരി ബോസ് ഇവരെല്ലാം കൂടെ ഇടപെട്ടിട്ട് ഒരു തീരുമാനമെടുത്ത്, ഇപ്പം ജർമ്മനിയിലാണ് ആ സമയത്ത് നേതാജി. ജർമ്മനിയിൽ നിന്ന് നേതാജിയെ വരുത്തി ഇതിൻ്റെ നേതൃത്വം ഏൽപ്പിക്കണം. ഏതിൻ്റെ? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിൻ്റെ നേതൃത്വം ഏൽപ്പിക്കണം. നേതാജി വന്നാൽ ഇതിനെ ഒരു സൈന്യമായി ഡെവലപ്പ് ചെയ്ത് ശക്തമാക്കി ബ്രിട്ടീഷുകാർക്കെതിരെ നമുക്ക് യുദ്ധം ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഹാങ്കോക്കിൽ വെച്ച് ഈ പശ്ചിമ ഏഷ്യൻ രാജ്യങ്ങളിലുള്ള ഇന്ത്യക്കാരുടെ ഒരു യോഗം വിളിച്ചുകൂട്ടി. ആ യോഗമാണ് തീരുമാനമെടുക്കുന്നത്, നമുക്കൊരു സൈന്യം വേണം. അപ്പോൾ ആ യോഗത്തിൽ ക്യാപ്റ്റൻ മോഹൻ സിംഗും ഉണ്ട്. ആ യോഗത്തിൽ നമുക്കൊരു സൈന്യം വേണം. ആ സൈന്യത്തിന് നമ്മൾ ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പേരിടണം. ആ യോഗത്തിൽ എന്ന് പേരിടണം എന്നൊക്കെ പറഞ്ഞവർ പിന്നെ നേതാജിയെ എത്രയും പെട്ടെന്ന് ഇനി വരുത്തണം, ഇതിൻ്റെ നേതൃത്വം കൊടുക്കണം എന്നൊക്കെയുള്ള തീരുമാനങ്ങളൊക്കെ എടുത്ത് ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിക്കാൻ ക്യാപ്റ്റൻ മോഹൻ സിംഗിനെ തന്നെ ചുമതലപ്പെടുത്തി. അപ്പോൾ ഈ ഹാങ്കോക്ക് തീരുമാനം വരുന്നതിന് മുമ്പ് തന്നെ 300-350 ആളുകളെ ചേർത്ത് ക്യാപ്റ്റൻ മോഹൻ സിംഗ് INA സൈന്യം ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ പേരോടുകൂടി ബാക്കിയുള്ളവരെയും കൂടെ ചേർത്ത് ആ സൈന്യം ബലപ്പിക്കുന്നു. ഒഫീഷ്യലായി മാറുന്നത് നേതാജിയുടെ ആഗമനത്തോടെ അല്ലല്ല, ഇത് മറ്റൊരു ക്യാപ്റ്റൻ്റെ ഓഫീഷ്യൽ തന്നെ. അതായത് ചരിത്രത്തിൽ നേതാജി പറയുന്നെങ്കിലും ചരിത്രത്തിൽ ക്ലിപ്തമായി സിംഗപ്പൂർ വെച്ച് നേതാജി INAയുടെ നേതൃത്വം ഏറ്റെടുത്ത്
എടുക്കുന്നു എന്ന് ചരിത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഷാനവാസ് ഖാൻ്റെ ഒരു പുസ്തകമുണ്ട്, കേന്ദ്രമന്ത്രിയായിരുന്നു, പഴയ നെഹ്റു മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു. പുള്ളി INA നേതാവാണ്, INA-കാരനാണ് ഷാനവാസ് ഖാൻ. അദ്ദേഹം INA ആൻഡ് ഇറ്റ്സ് നേത എന്ന് പറഞ്ഞ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ വളരെ സവിസ്തരമായി മനോഹരമായി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയുന്നു. ഈ INA സംബന്ധിച്ചുണ്ടായിട്ടുള്ള ഏറ്റവും ആധികാരികമായ ഗ്രന്ഥം അതാണ്. അപ്പോൾ ഈ മോഹൻ സിംഗ് ആണത് രൂപീകരിച്ചെന്നുള്ള ആധികാരികമാണ്. അത് ഷാനവാസ് ഖാനേക്കാൾ വലിയ സർട്ടിഫിക്കറ്റ് തരാൻ വേറെ ആരും ഇല്ല അക്കാര്യത്തിൽ. പിന്നെ ആ കൂട്ടത്തിൽ ഒന്ന് ചോദിച്ചോട്ടെ, വക്കം ഖാദറിന്റെ കുടുംബത്തെക്കുറിച്ച്. കടത്തുകാരൻ വാവാ കുഞ്ഞ് ഒന്നിലേറെ വിവാഹം കഴിച്ചതായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. 5 ഭാര്യമാരുണ്ടായിരുന്നു. 5 ഭാര്യമാർ. 5 ഭാര്യമാരുണ്ടെങ്കിലും മൂപ്പിലാൻ്റെ ഒരു ന്യായീകരണം എന്ന് പറയുന്നത് എല്ലാവരും അനാഥരാണ്. ഞാൻ ശരീരത്തിന് വിരുദ്ധമായിട്ടൊന്നും ചെയ്തിട്ടില്ല, അനാഥർക്ക് ജീവിതം കൊടുത്തതാണ്. അവരിൽ ആ ഭാര്യമാരിൽ ആരൊക്കെ ഇപ്പം ആരും ജീവിച്ചിരിപ്പില്ല. അവിടെ മക്കൾ തന്നെയൊക്കെ ഒരു പരിധിയിലേക്കുള്ള മരണപ്പെട്ട്. ഇവരുടെ ഖാദർ സാഹിബിൻ്റെ ഇളയാനിയ അബ്ദുൽ ഖാദർ ആയിരുന്നു, അയാൾ ബുറോണയിലായിരുന്നു, അയാൾ മരണപ്പെട്ടു. പിന്നെ ഇപ്പോൾ കൊച്ചുമക്കളൊക്കെ ഉള്ള സമയമാണ്. ഇപ്പൊ കുടുംബ വീടോ ഒന്നും തന്നെ ഇല്ല, ഇപ്പം അന്നൊന്നുമില്ല കുടുംബ വീടും. അദ്ദേഹത്തിന്റെ ഒരു സഹോദരി അവിടെ താമസമുണ്ടല്ലേ കടത്തിനടുത്ത്? ഉണ്ട്. അതായത് സുഹ്റ ബീവി. അത് ഇവരുടെ തള്ളപറ്റതല്ല, ഖാദർ സാഹിബിന്റെ തള്ളപറ്റതല്ല. 5ാം ഭാര്യയിലുള്ള ഖാദറിന്റെ പേര് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ശാസ്ത്രവട്ടത്ത് 5 ഏക്കർ കിട്ടി, അത് അബുസായിക്കാണ് കൊടുത്തത്. പറഞ്ഞിട്ടുണ്ടല്ലേ, എൻ്റെ പേരിൽ എന്തെങ്കിലും നാളെ കിട്ടിയാൽ അത് നിങ്ങൾ അബുസായിക്കായിട്ട് കൊടുക്കണം. 5 ഏക്കർ 5 ഏക്കർ കിട്ടി. അത് സ്വന്തം സഹോദരിയായിരുന്നു, ഒരേ മാതാവിന്റെ. അന്നൊരു പക്ഷേ ഖാദർ ജയിലിൽ പോകുന്ന സമയത്ത് പിന്നീട് പിതാവ് വിവാഹം ചിലപ്പോൾ അതിന് ശേഷമൊക്കെ ആയിരിക്കും കഴിച്ചു. അല്ല, നേരത്തെയൊക്കെ ഉണ്ട്, നേരത്തെ തന്നെ കല്യാണങ്ങളുണ്ട്. അബുസായിക്ക് കിട്ടിയ 5 ഏക്കർ ഇപ്പോൾ നിലവിലുണ്ടോ? അതോ അത് മക്കളുടെ കയ്യിലേക്ക് കിട്ടി. ഇനി മക്കളുമൊക്കെ ആർക്കൊക്കെ മറിച്ച് കൊടുക്കുകയും എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവണം. എല്ലാം അവിടെ കയ്യിൽ ഇനി എന്തെങ്കിലും അവിടെ കയ്യിലുണ്ടെന്ന് എനിക്ക് അറിഞ്ഞും കൂടാ. അവിടെ 5 ഏക്കർ കിട്ടിയെന്ന് എനിക്കറിയാം, അവിടെ താമസിച്ചിരുന്ന വീട് എനിക്കറിയാം, ആ വീട്ടിൽ ഞാൻ പലവട്ടം പോയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് മക്കളെ അറിയാം. പക്ഷേ ആ മക്കളെ ഇപ്പോൾ കണ്ടാൽ എന്നെ തിരിച്ചറിയുമെന്ന് എനിക്കറിയൂടാ, ഞാൻ തിരിച്ചറിയില്ല. ഇപ്പൊ ആരെങ്കിലും അവിടെ ജീവിച്ചിരിപ്പുണ്ടോ? ആ വീട്ടിൽ ആരുമില്ല, ആ വീടേ വിറ്റ്.